നമസ്കാരം. ഇന്നലെ ഇന്നും ആയിട്ട് പാർലമെന്റിന് പുറത്തും അകത്തുമൊക്കെ കോൺഗ്രസ് വലിയ അംബേദ്കർ പ്രേമം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രമാത്രം തട്ടിപ്പ് കാണിക്കുന്ന ഒരു പാർട്ടി ലോകത്ത് വേറെ ഇല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഡോക്ടർ അംബേദ്കറുടെ പടം പിടിച്ചുകൊണ്ട് കോൺഗ്രസ് കാണിക്കുന്ന ഈ വൃത്തികെട്ട നാടകം. ഡോക്ടർ അംബേദ്കറുടെ പടം പിടിക്കാൻ പോയിട്ട് ആ വാക്ക് ഉച്ചരിക്കാൻ പോലും, അദ്ദേഹത്തിൻ്റെ പേരുച്ചരിക്കാൻ പോലുമുള്ള യോഗ്യതയോ മര്യാദയോ മാന്യതയോ കോൺഗ്രസ് നേതാക്കന്മാർക്കോ വിശിഷ്യ നെഹ്റു കുടുംബത്തിലുള്ളവർക്കോ ഇല്ല. കാരണം സ്വാതന്ത്ര്യത്തിന് മുന്നേ തന്നെ കോൺഗ്രസ്സുകാർക്ക് തീരെ ഇഷ്ടമില്ലാതിരുന്ന ഒരു വ്യക്തിയാണ് അംബേദ്കർ. അദ്ദേഹത്തിൻ്റെ ദളിത രാഷ്ട്രീയം അഥവാ പിന്നോക്ക സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടിയുള്ള വാദങ്ങൾ മുഴുവൻ കോൺഗ്രസ് നിരാകരിക്കുകയും കോൺഗ്രസ് പറയുന്നതനുസരിച്ച് അടങ്ങി ഒതുങ്ങി കഴിയേണ്ട ആളാണ് അംബേദ്കറും അംബേദ്കറെ പോലെയുള്ള മറ്റ് നേതാക്കന്മാരും എന്ന് കരുതി പ്രവർത്തിക്കുകയും ആക്ഷേപിക്കുകയും നിരന്തരം അപമാനിക്കുകയും ചെയ്യപ്പെട്ട ഒരാളാണ് ഡോക്ടർ അംബേദ്കർ. കോൺഗ്രസ്സുകാരാൽ അപമാനിക്കപ്പെട്ടയാൾ. അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് പോലും കോൺഗ്രസ് നേതാക്കന്മാരോ കോൺഗ്രസ് പാർട്ടിയോ അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല സ്വാതന്ത്ര്യത്തിന് മുന്നേ. സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് അത് ഭരണഘടന ഉണ്ടാക്കാൻ നേരത്ത് പക്ഷെ അദ്ദേഹം വേണമായിരുന്നു. കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാരും, മിക്കവാറും എല്ലാ പ്രധാന നേതാക്കന്മാരെല്ലാം ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നെങ്കിലും പണിയെടുക്കാനുള്ള, വേർപ്പൊഴുക്കാനുള്ള പണി മുഴുവൻ ഏൽപ്പിച്ചത് ഡോക്ടർ അംബേദ്കറെയാണ്. കാരണം കോൺഗ്രസ് നേതാക്കന്മാർക്ക് അധികാരത്തിന്റെ ശീതളച്ചായയിൽ ഇരുന്നും കിടന്നും സുഖിച്ചും അവർക്ക് ആവോളം കഴിയേണ്ടതുണ്ടായിരുന്നു. ഭരണഘടനാ സമിതിയിൽ തങ്ങളൊക്കെ ഉണ്ട് എന്ന് വരുത്തിയാൽ മാത്രം മതിയായിരുന്നു. പഠിച്ചതും പണിയെടുത്തതും എഴുതി ഉണ്ടാക്കിയതും മുഴുവൻ ഡോക്ടർ അംബേദ്കർ ഒറ്റയ്ക്കാണ് എന്ന് പല മഹാന്മാരും എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ അതിനകത്ത് വെറുതെ കസേരയിൽ പോയി ഇരുന്നതേ ഉള്ളൂ, അംബേദ്കറാണ് ഇത് മുഴുവൻ ചെയ്തത് എന്ന് കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ കുറച്ചൊക്കെ ആത്മാർത്ഥതയുള്ളവർ എഴുതി വെച്ചിരുന്നു. കോൺഗ്രസ് നേതാക്കന്മാരെന്ന് പറയാൻ പറ്റിയല്ല, ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നവർ എഴുതി വെച്ചിട്ടുണ്ട്. അതിരിക്കട്ടെ, അദ്ദേഹത്തിന് സ്വാതന്ത്ര്യാനന്തരം നിയമവകുപ്പ് മന്ത്രിയൊക്കെ ആക്കി വെച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ വാക്കുകൾക്കോ നിലപാടുകൾക്കോ അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾക്കോ എന്തെങ്കിലും ഒരു അല്പം വില കൽപ്പിക്കുവാൻ കോൺഗ്രസോ ജവഹർലാൽ നെഹ്റു പ്രത്യേകിച്ചും തയ്യാറായിട്ടില്ല. കാരണം സ്വാതന്ത്ര്യാനന്തരം ഭരണത്തിന്റെ എല്ലാ ആമൂലാഗ്രം തീരുമാനിക്കുന്നത് താനാണ്. താനൊരു ലോക നേതാവാണ്. തന്നെ അനുസരിക്കുന്ന അടിമകൾ മാത്രമാണ് മറ്റ് മന്ത്രിമാർ എന്ന് കരുതി ഭരണം തുടങ്ങിയ ആളാണ് ജവഹർലാൽ നെഹ്റു. സർദാർ പട്ടേലുമായിട്ട് എന്തോരം വാക്കേറ്റം ഉണ്ടാവുകയും അവർ തമ്മിൽ പിണങ്ങുകയും ഗാന്ധിജി പലവട്ടം ഒത്തുതീർപ്പിന് മുതിരുകയും ഒടുവിൽ സർദാർ പട്ടേലിനോട് സറണ്ടർ ആകാൻ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തതാണ്. അവസാനത്തെ ചർച്ചയ്ക്ക് വേണ്ടി കാത്തിരുന്ന ദിവസമാണ് ഗാന്ധിജി വെടിയേറ്റ് മരിച്ചത്. അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റു ഒരു നീണ്ട കത്തെഴുതിയിരുന്നു മഹാത്മാഗാന്ധിക്ക്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ല ഭരണരംഗത്ത്, പട്ടേലും ഞാനുമായിട്ട് ഒന്നിച്ചു പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഒന്നുകിൽ അധികാരം എനിക്ക് മാത്രമായിട്ട് വിട്ടുതരിക, അല്ലെങ്കിൽ ഞാൻ ഒഴിയാൻ തയ്യാറാണ്, അല്ലെങ്കിൽ അധികാരം പട്ടേലിനെ ഏൽപ്പിക്കുക. ഇത് രണ്ടാമത്തെ കാര്യം നടക്കില്ല എന്ന് ജവഹർലാൽ നെഹ്റുവിന് തന്നെ അറിയാം. ഗാന്ധിജി നെഹ്റുവിന് വേണ്ടിയേ വാദിക്കുകയുള്ളൂ എന്നും നിൽക്കുകയുള്ളൂ എന്നും അദ്ദേഹത്തിന്റെ അധികാരവും മേൽക്കൈയും ഉപയോഗിച്ച് പട്ടേലിനോട് രാജിവെക്കാൻ പറയും എന്ന് നെഹ്റുവിന് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞതും. ആ കത്തൊക്കെ പിന്നീട് രഹസ്യമാക്കി വെക്കുകയാണ് ചെയ്തത്, പുറത്തുവിട്ടില്ല. ജവഹർലാൽ നെഹ്റുവിന്റെ കത്തുണ്ട്, വിശദമായ കത്തുണ്ട്. ആ പട്ടേലിനെ വരെ, തന്നെ കഴിഞ്ഞു എത്രയോ സീനിയറായ പ്രമുഖനായ സർദാർ പട്ടേലിനെ വരെ ഒഴിവാക്കിയ ആളിന് പിന്നെയാണോ അംബേദ്കർ? അതുകൊണ്ട് കുറച്ചു നാളൊക്കെ അംബേദ്കറെ സമ്മർദ്ദത്തിൽ പിടിച്ചു നിർത്താൻ ശ്രമിച്ചു, സമ്മർദ്ദപ്പെടുത്തി തന്റെ അടിമയാക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഒരു അടിമ മനോഭാവമുള്ള ആളല്ലല്ലോ അംബേദ്കർ. സ്വാഭിമാനം ഏറെ ഉണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഇതേ കിടക്കുന്നു നിങ്ങളുടെ അധികാരവും മറ്റിടപാടുകളും കസേരകളും എന്നൊക്കെ പറഞ്ഞിട്ട് അധികാരം വലിച്ചെറിഞ്ഞ് രാജിവെക്കുകയാണ് ചെയ്തത് നെഹ്റുവിന്റെ മന്ത്രിസഭയിൽ നിന്ന്. കാരണം നെഹ്റുവിന്റെ മന്ത്രിസഭയിൽ മാനാഭിമാനമുള്ള ആർക്കും നിലനിൽക്കാൻ കഴിയില്ല. നെഹ്റുവിന്റെ മാത്രമല്ല, ഇന്ദിരാഗാന്ധിയുടെയും പിന്നീട് രാജീവ് ഗാന്ധിയുടെയും പിന്നീട് സോണിയയുടെ റിമോട്ട് കൺട്രോളിലുള്ള മൻമോഹൻ സിംഗിന്റെ അടക്കമുള്ള മന്ത്രിസഭകളിലൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ. നെഹ്റു കുടുംബത്തിനെ ധിക്കരിച്ചോ അതിനെ അതിജീവിച്ചോ സ്വാഭിമാനത്തോടുകൂടി അധികാരം നടത്താനോ ഭരണം നടത്താനോ നേതൃത്വം കൊടുക്കാനോ ഒരാളെയും നെഹ്റു കുടുംബം അനുവദിച്ചിട്ടില്ല അന്ന് തൊട്ട് ഇന്നോളം. അതിന്റെ ഇരകളും അതിന്റെ അനുഭവസ്ഥരും ഒക്കെ നമ്മുടെ നാട്ടിൽ ഇന്ന് ജീവിച്ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിരിക്കട്ടെ.
ഏറ്റവും പ്രധാന കാര്യം, ഭാരതരത്നം എന്ന അവാർഡ് ഉണ്ടാക്കിയപ്പോൾ സ്വന്തം കൈപ്പടയിൽ എഴുതി ഒപ്പിട്ട് പ്രധാനമന്ത്രി എന്ന ഞാൻ എനിക്ക് വേണ്ടി ഭാരതരത്നം ശുപാർശ ചെയ്യുന്നു എന്ന് പറഞ്ഞ് അതിൽ ഒപ്പിട്ട് സ്വന്തമായിട്ട് ഭാരതരത്നം എഴുതിയെടുത്തയാളാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന പ്രധാനമന്ത്രി. പിന്നീട് അദ്ദേഹത്തിന്റെ മകൾ ശ്രീമതി ഇന്ദിര പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴും അവരും പ്രധാനമന്ത്രി എന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി എന്ന ഞാൻ എനിക്ക് വേണ്ടി ഒപ്പിടുന്നു എന്ന് പറഞ്ഞിട്ട് സ്വന്തമായി ഒപ്പിട്ട് ഭാരതരത്നം ഏറ്റുവാങ്ങിയതല്ല, പിടിച്ചെടുത്ത ആൾക്കാരാണ് ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധിയും എന്നൊക്കെ ഓർക്കണം. പിന്നീട് എത്രയോ വർഷം കഴിഞ്ഞ് സ്വാതന്ത്ര്യാനന്തരം ഭാരതരത്നം പ്രഖ്യാപിച്ചപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ആദ്യമായി ഭാരതരത്നം ഇരുന്നത് പല അർത്ഥത്തിലും ഡോക്ടർ അംബേദ്കറിനായിരുന്നു, പല അർത്ഥത്തിലും. എന്ന് വെച്ചാൽ ഏറ്റവും പിന്നാക്കമായ അവസ്ഥയിൽ നിന്ന് വളർന്നു വന്ന ഒരാള്, സാമൂഹിക, ചരിത്ര, സാമ്പത്തിക, വിവിധ രാഷ്ട്രീയ മേഖലകളെക്കുറിച്ച് അഗാധമായ പാണ്ഡിത്യം, വിജ്ഞാനം നേടിയ ഒരാള്, പിന്നോക്ക സമുദായത്തിനും പാവങ്ങൾക്കും വേണ്ടി പോരാടിയ ഒരാള്, സാമൂഹിക പരിഷ്കരണ പ്രവർത്തനം നടത്തിയ ഒരാള്, സാമ്പത്തിക വിദഗ്ധനായിട്ടുള്ള ഒരാള്, സർവോപരി ഭരണഘടനയുടെ ലോകത്തിലെ പ്രമുഖമായ എല്ലാ ഭരണഘടനകളും പഠിച്ചുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഭരണഘടന എഴുതിയുണ്ടാക്കാൻ തൻ്റെ രക്തം വെള്ളമാക്കി മാറ്റിയ ആ മഹാത്മാവിനായിരുന്നില്ലേ ആദ്യ ഭാരതരത്നം കൊടുക്കേണ്ടിയിരുന്നത്? അത് കൊടുക്കാതെ അച്ഛനും മകളും ഒക്കെ പങ്കിട്ടെടുത്ത് പിന്നീട് ഒരിക്കൽ പോലും അദ്ദേഹം ജീവിച്ചിരുന്ന ഒരു സമയത്തും അംബേദ്കറിന് ഭാരതരത്നം കൊടുത്തില്ല. കാരണം നെഹ്റു കുടുംബത്തിന് അപ്പുറത്തേക്ക് ഒരാള് ഭാരതരത്നമാകാൻ യോഗ്യതയുള്ളവരില്ല, അല്ല നെഹ്റു കുടുംബത്തിന്റെ അടിമകളല്ലാത്ത ആർക്കും ഭാരതരത്നത്തിന് അർഹതയില്ല എന്ന നിലയിൽ ആയിരുന്നില്ലേ അത് നടത്തിക്കൊണ്ടു പോയിരുന്നത്. പിന്നീട് അദ്ദേഹം മരിച്ച എത്രയോ വർഷം കഴിഞ്ഞ് 1956 അംബേദ്കർ സമാധിയാവുന്നത്. 90 3.5 പതിറ്റാണ്ട് കാലത്തിന് ശേഷമാണ് പിന്നീട് ഡോക്ടർ അംബേദ്കർക്ക് ഭാരതരത്നം കൊടുക്കുന്നത്. ഭാരതത്തിന്റെ യഥാർത്ഥ രത്നത്തിന്റെ മേലെ ചെളി പുരണ്ടവർ ഭാരതരത്നം എടുത്തു പിടിച്ച ഒരു വികൃതമായ രാഷ്ട്രീയ സാഹചര്യത്തെ സൃഷ്ടിച്ച നെഹ്റു കുടുംബത്തിന് അംബേദ്കറോട് എന്ത് ആദരവ്! ഇന്ന് ആ കുടുംബത്തിലെ നെഹ്റു കുടുംബത്തിലെ ഇന്നത്തെ തലമുറയിൽപ്പെട്ട 2 പേര് ചരിത്രമറിയാതെ ആ മഹാമനുഷ്യന്റെ ഫോട്ടോ എടുത്ത് ഉയർത്തിപ്പിടിക്കുമ്പോൾ, പടം എടുത്ത് ഉയർത്തിപ്പിടിക്കുമ്പോൾ ആ ഉയർത്തിപ്പിടിക്കേണ്ടത് തങ്ങളുടെ മുത്തശ്ശിയും മുതുമുത്തച്ഛനും ഒക്കെ ആയിരുന്ന ഇന്ദിരാഗാന്ധിക്കും ജവഹർലാൽ നെഹ്റുവിനും നേരെയാണ്. അവരുടെ നേരെയാണ് അംബേദ്കറുടെ ഫോട്ടോ പൊക്കിപ്പിടിക്കേണ്ടത്. പ്രിയങ്കയും രാഹുലും ഒക്കെ പൊക്കിപ്പിടിക്കേണ്ടത് നാട്ടുകാരുടെ മുമ്പിലല്ല, നാട്ടുകാരെ പറഞ്ഞ് പറ്റിക്കുക അല്ല ചെയ്യേണ്ടത്. മറിച്ച് നെഹ്റുവിന്റെ നേരെ പൊക്കിപ്പിടിക്കുക, ഇന്ദിരാഗാന്ധിയുടെ നേരെ അത് പൊക്കിപ്പിടിച്ചെന്നാൽ നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന അംബേദ്കറുടെ ചിത്രത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടെന്ന് കണക്കാക്കാൻ കഴിയും. നിങ്ങൾ ഒരു മാപ്പ് പറഞ്ഞാൽ, ഡോക്ടർ അംബേദ്കറുടെ ആത്മാവിനോട് ഒരു മാപ്പ് പറഞ്ഞെന്നാൽ ഒരു പക്ഷേ ചെറിയ വ്യത്യാസം എന്തെങ്കിലും പരിഗണിക്കാൻ കഴിയും. അല്ലെങ്കിൽ നിങ്ങളുടെ ഈ അംബേദ്കർ പടം പൊക്കിപ്പിടിച്ചിരിക്കുന്ന രാഹുലും പ്രിയങ്കയും സ്വന്തം പൂർവികന്മാരെ ആക്ഷേപിക്കുന്നതിന്, അവരുടെ അവർക്ക് അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ അതിനെ കളിയാക്കുന്നതിന് തുല്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾ അംബേദ്കറോട് മാപ്പ് പറഞ്ഞുകൊണ്ട്, അംബേദ്കറുടെ ആത്മാവിനോട് മാപ്പ് പറഞ്ഞുകൊണ്ട് വേണം അദ്ദേഹത്തിന്റെ ഫോട്ടോ കയ്യിലെടുക്കാനും അദ്ദേഹത്തിന്റെ പേരുച്ചരിക്കാനും. നെഹ്റു കുടുംബത്തിലെ ഒരാൾക്കും അംബേദ്കറുടെ പേരുച്ചരിക്കാനോ ആ പടത്തെ തൊടാനോ അർഹതയില്ല എന്ന ഓർമ്മ വെച്ചുകൊണ്ട് ഈ നാണം കെട്ട രാഷ്ട്രീയ കളിക്ക് മുതിരണം എന്നാണ് പറയാനുള്ളത്. കുറഞ്ഞ പക്ഷം അവരുടെ കൂടെ നടക്കുന്ന ഈ പടുവൃദ്ധരായ കോൺഗ്രസ് നേതാക്കന്മാർ, ഈ കേരളത്തിലെ ഖാദി ചുറ്റി നടക്കുന്ന കള്ളന്മാരായ കോൺഗ്രസ് നേതാക്കന്മാരും ആ ചെറുപ്പക്കാരെന്ന് അഭിനയിക്കുന്ന അവരോട് പറഞ്ഞു കൊടുക്കുക, നിങ്ങളുടെ മുത്തശ്ശിയും മുഴുമുത്തച്ഛനും ഒക്കെ ചെയ്ത ചതി എന്താണ് അംബേദ്കറോടെന്ന്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇത് പറഞ്ഞു നടക്കരുത്, പൊക്കിപ്പിടിക്കരുത്, നമുക്ക് തന്നെ കോൺഗ്രസിന് തന്നെ അപമാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തിരുത്താൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരും കൂടി തയ്യാറാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അംബേദ്കറോട് മാപ്പ് പറയേണ്ടതാണ് കോൺഗ്രസ് നേതാക്കന്മാരും, വിശിഷ്യ രാഹുലും പ്രിയങ്കയും മാപ്പ് പറയേണ്ടതാണെന്നും നമ്മൾ ആവശ്യപ്പെടേണ്ടതാണ് എന്ന് പറയുന്നു. നമസ്കാരം.